ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി ലൈഫിലുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ പനിയായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. സോ ഹോസ്പിറ്റലിൽ പോകുമ്പം പനി അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം ഡോക്ടർ നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. മെയിൻലി ഇൻഫെക്ഷൻ ആകുമ്പം ചിലപ്പം ഡോക്ടർ മെഡിസിനായിട്ട് എഴുതുന്നത് ഒന്ന് ആൻറ്റിബയോട്ടിക് എഴുതാറുണ്ട്, പിന്നെ പാരസിറ്റമോൾ, സെട്രിസിൻ, കൂടെ ഒരു അസിഡിറ്റി മെഡിസിൻ എന്തെങ്കിലും എഴുതാറുണ്ട്. ഒന്ന് റാനിറ്റിഡിൻ അല്ലെങ്കിൽ പാൻറ്റോപ്രസോൾ അങ്ങനത്തെയാണ്. പക്ഷെ ഞാൻ കൂടുതലും നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് കൂടുതലും റാനിറ്റിഡിൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ എഴുതുന്നത്. റാനിറ്റിഡിൻ ഓക്കെ, എക്സാമ്പിൾ പറയാം, റാനിറ്റിഡിൻ ഓൾറെഡി ബാൻ ചെയ്ത ഒരു മെഡിസിനാണ് അസിഡിറ്റിക്ക്. അതിന് കുറേ കാർസിനോജനിക് എന്നാണ് നമ്മൾ മെഡിസിൻ അത് റിസർച്ചിൽ പറയുന്നത്. സോ എക്സാമ്പിൾ പറയാം, ഇപ്പം റാനിറ്റിഡിൻ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് മെഡിസിൻസ് നമ്മൾ കൂടുതൽ എടുക്കുകയോ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് വേണ്ടാത്തതിനും ഡോക്ടർ ചിലപ്പോൾ എഴുതാറുണ്ട്. ഇപ്പം അസിഡിറ്റി ഇല്ലാത്തവർക്കും നമ്മൾ എഴുതുന്നുണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ നമ്മൾ അസിഡിറ്റി ഇല്ലാത്ത ഒരാൾ ഇങ്ങനത്തെ ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ടൊരു pH ഉണ്ട്. സോ ആ pHലുള്ള വേരിയേഷൻ വരും. അസിഡിക് pH ഉണ്ട്. സോ ഈ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ബ്ലോട്ടിങ്സ് ഉണ്ടാവാറുണ്ട്. അല്ലാതെ തന്നെ ഹെഡേക്ക്, വോമിറ്റിംഗ് ടെൻഡൻസീസ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ അസിഡിറ്റി മെഡിസിൻ കൂടുതൽ എടുത്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നമ്മളത് ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ എന്താണ് എടുക്കുന്നത്? അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ആൻറ്റിബയോട്ടിക്കിന് കൂടെ ഡോക്ടർ കൂടുതലും അല്ലെങ്കിൽ ഫാർമസികളിൽ കൂടുതലും പ്രോബയോട്ടിക്സ് എഴുതുന്നു പറഞ്ഞിട്ടുണ്ട്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഗുഡ് ബാക്ടീരിയസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഗുഡ് ബാക്ടീരിയസ് ഉണ്ട്, ബാഡ് ബാക്ടീരിയസ് ഉണ്ട്. ഈ ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ടീരിയസിനെ കില്ല് ചെയ്യും. അത് ഗുഡും ഉണ്ട്, ബാഡും കില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിന് എക്സ്ട്രാ കൊടുക്കുന്നു. സോ ബാക്ടീരിയ കില്ല് ചെയ്യുമല്ലോ. സോ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്ന് വെച്ചാലും നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുന്ന ബാക്ടീരിയസ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ശരീരത്തിലുള്ള അസിഡിക് പ്രോബ്ലംസിനാണെങ്കിലും ഈ ആൻറ്റിബയോട്ടിക് ഉണ്ടാകുന്ന ഇഷ്യൂസിനെല്ലാം സോൾവ് ചെയ്യാൻ ഇത് ബാക്ടീരിയക്ക് സഹായിക്കും. നല്ല ബാക്ടീരിയയാണ്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ യോഗോട്ട്, ഈ തൈരിനകത്തുള്ളത് ഗുഡ് ബാക്ടീരിയസ് ആണ്. നമ്മളിത് എടുക്കാറുണ്ട്. അപ്പം ഇതാണ് പ്രോബയോട്ടിക്കിനെ പറ്റി പറയാൻ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഞാനിത് പ്രോബയോട്ടിക്കിനെ പറ്റി മാത്രം ഒരു വീഡിയോ അടുത്ത സെക്ഷനിൽ ഇടാം. അപ്പോൾ പ്രോബയോട്ടിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗുഡ് ബാക്ടീരിയാസ് ആണത്. സോ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ നമുക്ക് കൂടുതലും പ്രോബയോട്ടിക് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് വഴി ഇടണം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട്.